അതുകൊണ്ട് ഹാർഡ്ഷിപ്പ് നോക്കിക്കൊണ്ട് ഒരു ഈസി ഗോ ഉണ്ടാവരുത്. ഈസി ഗോ എന്നത് വരേണ്ടത് ഹാർഡ്ഷിപ്പിൽ ഈസി ഗോ വരണം. അല്ലെങ്കിൽ ഒരു ഈസി ഗോന് വേണ്ടി ഹാർഡ്ഷിപ്പിനെ നമ്മൾ ഒരിക്കലും അതിന് സാക്രിഫൈസ് ചെയ്യരുത്. മനസ്സിലാവുണ്ടല്ലോ? നമ്മുടെ വർക്കിനെ ഈസി ആക്കണം, അല്ലാതെ ഈസി ലൈഫിന് വേണ്ടിയിട്ട് വർക്കിനെ കോംപ്രമൈസ് ചെയ്യരുത്. ഇത് ഏത് വേണം എന്ന് നമ്മൾ ചൂസ് ചെയ്യണം. അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും കൃഷ്ണൻ ഡെപ്തിലേക്ക് പോവാണ്. അസക്ത ബുദ്ധി സർവത്ര ചിതാത്മാവിഗതസ്പൃഹാം നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. സന്യാസേന, സന്യാസം കൊണ്ട്. അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മണം കാമ്യാനം കർമ്മണം ന്യാസം സന്യാസം. അത് ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇവിടെ വസ്ത്രവുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല. അർജുന, അസക്ത ബുദ്ധി. അസക്തം ഏതിനോട് അസക്തം? ആസക്തി ഏതിനോടുണ്ടാവരുത്? ലതാർജിയോടുണ്ടാവരുത്. അതുപോലെ മൈൻഡിന്റെ റെസ്റ്റ്ലെസ്നെസ്സിനോടൊക്കെ. അസക്ത ബുദ്ധി പറഞ്ഞാൽ ആരാണോ ഒട്ടാത്ത ബുദ്ധി, ഒന്നിനോടും ഒരു ഒട്ടലില്ല, അസക്തന ശക്തി ആസക്തി അതില്ലാത്ത. ആന്ന് പറഞ്ഞാൽ നിഷേധമാണ്, ആന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. അപ്പൊ ശക്തി ആസക്തി ഇല്ലാത്തത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തോടൊരു ആസക്തി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഈ ശരീരത്തിന്റെ പ്ലഷർ അല്ല ശരിക്കുള്ള പ്ലഷർ. ശരീരത്തിന്റെ പ്ലഷറായി പ്ലഷറിനെ എടുത്തു കഴിഞ്ഞാൽ ലതാർജിക്കായി. അതുപോലെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ രാഗദ്വേഷങ്ങളിലേക്ക് ഞാൻ മനസ്സിനെ തിരിച്ചുവിട്ടാൽ, എൻ്റെ ഇഷ്ടങ്ങളെ മാത്രം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഹാർഡ്ഷിപ്പായിട്ടുള്ള വർക്കിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെ എന്നെ ഡൈവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിലൊക്കെ ഉള്ള ആസക്തി കുറയ്ക്കണമെങ്കിൽ വേറൊന്നിനോട് നമ്മൾ എന്ത് ചെയ്യണം? അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ. മനസ്സിനെ ഇതിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വിഗതസ്പൃഹ, ഒട്ടലില്ലാത്ത മനസ്സായി. അങ്ങനെ ആരാണോ വർക്കിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രാവിലെ എണീക്കണു, കുറച്ച് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എക്സസൈസും കുറച്ച് പ്രാണായാമവും പ്രണവവും തുടങ്ങി പല കാര്യങ്ങളും ചെയ്ത് നമ്മൾ അതിലേക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആക്കും തോറും മറ്റുള്ളതിനോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു 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 വരുന്നത് ക്രമേണ നൈഷ്കർമ്മ്യ സിദ്ധി. മനുഷ്യൻ അച്ചീവ് ചെയ്യുന്ന ഏറ്റവും സിദ്ധിയുടെ പേരാണ് നൈഷ്കർമ്മ്യ സിദ്ധി. നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറഞ്ഞാൽ അർത്ഥം ശ്രദ്ധിക്കുക. ഈ വാക്കിന്റെ അർത്ഥം ആരുടെ മനസ്സിലാണോ മനസ്സിലുള്ള എല്ലാ വിധത്തിലുള്ള നെഗറ്റിവിറ്റികളും കംപ്ലീറ്റ്ലി ആരുടെ മനസ്സിലാണോ വരാത്തത്, അതായത് ഓവറായ കാമം, ഒന്നിനോടും ഒരു പ്രത്യേകിച്ചുള്ള ഒരു ലസ്റ്റോ ഗ്രീഡോ അതുപോലുള്ള ഒരു ആസക്തിയോ ക്രോധം എന്തു തന്നെ വന്നാലും അതിനെ ഒരു മെച്ചേർഡ് മൈൻഡോടുകൂടി കാണാനുള്ള കഴിവ്. അതായത് മൈൻഡിൻ്റെ ഉള്ളിലുള്ള അഗ്രസീവ്നെസ് വളരെ സെറ്റിൽ ഡൗൺ ചെയ്ത് മൈൻഡ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന നാച്ചുറലി കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയുടെ പേരാണ് നൈഷ്കർമ്മ്യസിദ്ധി. അപ്പൊ നൈഷ്കർമ്മ്യസിദ്ധി എന്ന് പറഞ്ഞാൽ വാസനകളുടെ തീവ്രത കുറഞ്ഞ അവസ്ഥ ആണ്. അപ്പൊ നമ്മൾ വളർന്നു വരും തോറും നമ്മുടെ വാസനകളുടെ ശക്തി കൂടി വരികയാണ്. കാരണം ശരീരത്തോടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ് വളരെ കൂടി വന്ന് ലതാർജിക്കാവുന്നു ചിലര്, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ കോംപ്രമൈസ് ചെയ്യാതെ അതിൽ കുരുങ്ങി നിൽക്കുന്നു പലരും. അപ്പൊ അവർ വളരെ നോ കോംപ്രമൈസ്, വെരി അഡമന്റ് ആയിട്ട്, വെരി സ്റ്റബേൺ ആയിട്ട്, അങ്ങനെയൊക്കെ ഉള്ളവര് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം അനുഭവിക്കില്ല. എന്താ വെച്ചാൽ വേണ്ടാത്ത ഇംപ്രഷൻസ് അതിന്റെ തീവ്രത കൂടിയാൽ ലൈഫിന്റെ ക്വാളിറ്റി, ലൈഫിന്റെ ഹാപ്പിനെസ് കുറയും. അപ്പൊ നമ്മൾ മുന്നോട്ട് പോകും തോറും ഈ ഇംപ്രഷൻസിനെ, ഈ ഇംപ്രിന്റിനെ, ഉള്ളിൽ കിടക്കുന്ന പ്രിന്റിന്റെ പവർ കുറയ്ക്കണം. മനസ്സിലുള്ള തോട്ട്സിനെ എലിമിനേറ്റ് ചെയ്യാൻ ഇന്നൊരു മെഡിസിനും ഇല്ല. മനസ്സിലുള്ള അനാവശ്യമായ തോട്ട്സ്, മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എംപ്റ്റി മൈൻഡായിട്ട് പോകണം. പക്ഷെ ഇപ്പൊ നമ്മൾ പോകുന്നത് ഹെവി ലോഡഡ് മൈൻഡാണ്. ആവശ്യമില്ലാത്ത വറീസും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളും കൊണ്ടുപോവുകയാണ്. ഈ വറീസ് ഒഴിവാക്കിക്കൊണ്ട്, ഈ ലോഡ് ഒഴിവാക്കിക്കൊണ്ട്
അതിനെ ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ പറയുന്നു ഒറ്റ കാര്യമുള്ളൂ. എന്താണ്? അവനവന്റെ കർമ്മങ്ങളെ എൻജോയ് ചെയ്യുക. ഒത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ സിസ്റ്റമാറ്റിക്കായി ചെയ്തു പോയി കഴിഞ്ഞാൽ മനസ്സ് ഏത് കാര്യത്തിലാണോ അതിലങ്ങനെ എൻജോയ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല. നമ്മൾ ഒരിക്കലും ഒരു സ്റ്റബേണായി മാറില്ല. എവിടെ എങ്ങനെയാണോ അങ്ങനെ ജീവിതം കുറേ കൂടി റിലാക്സ്ഡ് ആയി മാറും. മനസ്സിലാവുണ്ടല്ലോ, അവരുടെ മെന്റൽ ലോഡ് വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മുടെ തലച്ചോറിൽ കിടക്കുന്ന, തലച്ചോറ് എന്ന് പറയാൻ പറ്റില്ല, മൈൻഡിൽ കിടക്കുന്ന അൺവാണ്ടഡ് തോട്ട്സ് എലിമിനേറ്റ് ചെയ്യുന്നതിന്റെ പേരാണ് നൈഷ്കർമ്മ്യസിദ്ധി. എന്താണ്? ആ മൈൻഡില് അൺവാണ്ടഡ് ലോഡുകൾ ഇല്ല എന്നർത്ഥം. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അർജുന നീ എത്തും. അതാണ് പരമമായ ഈ സന്യാസം കൊണ്ട് നീ കൈവരിക്കുന്ന. അപ്പം ഭഗവാൻ അർജുനെ എത്തിക്കുന്ന എവിടെയാണ്? ഈ യുദ്ധത്തിൽ മാത്രമല്ല, യുദ്ധം ചെയ്യാൻ മാത്രമല്ല, യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിൽ ഒരു ഗിൽറ്റും ഉണ്ടാവില്ല, നിന്റെ ഉള്ളിൽ അനാവശ്യമായൊരു ചിന്തകൾ ഉണ്ടാവില്ല. കാരണം നീ ചെയ്തത് ധർമ്മമാണ്, നിന്നിൽ നിക്ഷിപ്തമായ നീതമായ കർമ്മമാണ്. നീ നിന്റെ കർമ്മത്തെ ചെയ്തൊരു സമൂഹത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി കുറെ സെൽഫിഷ് മൈൻഡുകളെ നീ എലിമിനേറ്റ് ചെയ്തു. അല്ലാതെ അവിടെ മുത്തശ്ശനും ഗുരുവിനും ഒന്നും സ്ഥാനമില്ല. അപ്പം നീ സെൽഫിഷ് മൈൻഡുകളെയാണ് മാറ്റിയത്. ആ സെൽഫിഷ് മൈൻഡുകളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഈ രാജ്യം ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നീ നിന്റെ ധർമ്മം ചെയ്തു, നീ അത് എൻജോയ് ചെയ്തു. അതിനുശേഷം നിനക്ക് യാതൊരു ഗിൽറ്റുമില്ല. കാരണം നിന്റെ മൈൻഡിൽ അങ്ങനെ ഒരു ഇംപ്രഷൻ ഒക്യുപ്പൈ ചെയ്യാൻ നീ ഒരിക്കലും അനുവദിക്കുന്നില്ല. അപ്രകാരം നൈഷ്കർമ്മ്യസിദ്ധിയെ നീ കൈവരിക്കുന്നതാണ്. അതെങ്ങനെ കൈവരിക്കാൻ പറ്റും? കൃഷ്ണൻ ഒരു പടിയും കൂടെ കടന്നിട്ട് പറയുകയാണ്, സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ യാ പരാ. ഈ സിദ്ധി പ്രാപ്തോ, ഇത് നൈഷ്കർമ്മ്യ സിദ്ധി പ്രാപ്തോ. നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറഞ്ഞാൽ ദ മോർ നമ്മുടെ ജീവിതത്തിൽ ദ മോർ വി ആർ ഗ്രോയിങ് അപ്പ്, മൈൻഡിലുള്ള ലോഡ്, അൺവാണ്ടഡ് തോട്ട്സുകളെല്ലാം കുറഞ്ഞ് അതിൻ്റെയൊക്കെ ഫോഴ്സ് കുറഞ്ഞ് അപ്രകാരമുള്ള ഒരു മൈൻഡിന് യഥാ ബ്രഹ്മം തഥാപ്നോതി, അവരേതിലേക്ക് എത്തും? ആ പ്യുവർ എനർജിയിലേക്ക് എത്തും. കാരണം മൈൻഡിലുള്ള തോട്ട്സുകൾ എലിമിനേറ്റ് ചെയ്താൽ പിന്നെന്തേ ഉള്ളൂ? മൈൻഡ് ഈസ് ദ മാനിഫെസ്റ്റഡ് ഫോം ഓഫ് പ്യുവർ എനർജി. വെൻ യു റിമൂവ് ഓൾ ദ അൺവാണ്ടഡ് തോട്ട്സ്, പിന്നെന്തേ ഉള്ളൂ? പ്യുവർ എനർജിയേ ഉള്ളൂ. അതിന്റെ പേരാണ് ബ്രഹ്മം. നിങ്ങൾ ആ പ്യുവർ ബ്രഹ്മത്തിലേക്ക് എത്തി. കാരണം മൈൻഡ് ആ ഒരു ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ മൈൻഡിന് ആ പരമമായ പദത്തിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ പരമമായ പ്യുവർ എനർജിയിലേക്ക് പോകണമെങ്കിൽ ഈ മൈൻഡിന് പ്യൂരിറ്റി ഇല്ലാതെ ഒരിക്കലും സാധ്യമല്ല. അത് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അതിനെങ്ങനെ പോകാൻ പറ്റും? നിങ്ങൾ നോക്കൂ, സൂര്യന്റെ രശ്മി, സൺറൈസ് വെള്ളത്തിൽ തട്ടുമ്പോൾ, ഇപ്പൊ കടൽ വെള്ളത്തിലാണ് തട്ടുന്നെങ്കിൽ ആ ഉപ്പിനെ വിട്ടുകൊണ്ടാണ് ആ വെള്ളത്തെ സൂര്യൻ കൊണ്ടുപോകുന്നത്, അല്ലേ? ആ വെള്ളം ചൂടാകുമ്പോൾ സൂര്യൻ ഇവാപറേഷൻ, അതിലൊരിക്കലും ഉപ്പിന്റെ അംശം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് നമ്മൾ കാർമേഘം താഴോട്ട് മഴയായിട്ട് പെയ്യുമ്പോൾ അത് പ്യുവർ വാട്ടറാണ്. കടലിൽ നിന്ന് പോയ വെള്ളത്തിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഷിപ്പിൽ യാത്ര ചെയ്ത സമയത്ത് നോക്കിയിട്ടുണ്ട്. മഴ പെയ്യുമ്പോൾ ആ വെള്ളം എടുത്തിട്ട് കുടിച്ചു നോക്കി, ഉപ്പ് രസം ഉണ്ടാവും? ഒരു രസമില്ല. ഇവിടുന്ന് കിട്ടുന്ന ആ വെള്ളം, നമ്മൾ മഴവെള്ളം, ശുദ്ധ മഴവെള്ളം, അതൊന്ന് കയ്യിലെടുത്ത് കുടിച്ചു നോക്കുന്ന ആ സമയത്തുള്ള അതേ ടേസ്റ്റ് തന്നെയാണ് കടലിൽ നിന്ന് പോയത്. അപ്പൊ ആ ഉപ്പ് രസമൊന്നും എതിരില്ല, മേഘത്തിലില്ല. അപ്പൊ അതായത് ഉപ്പിനെയൊന്നും ആരെടുത്തിട്ടില്ല, സൂര്യൻ കൊണ്ടുപോയില്ല. അപ്പൊ സൂര്യൻ ആ ഉപ്പിന്റെ കണ്ടന്റ് വിട്ട് അതിലുള്ള പ്യുവർ വെള്ളത്തെ അവിടെ നിന്ന് ഇവാപറേറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി കാർമേഘമാക്കി വെച്ചതുപോലെ ഈ മൈൻഡിലുള്ള എല്ലാ തോട്ട്സുകളുടെയും ആ നെഗറ്റീവായിട്ടുള്ള ലെഥാർജി, രാഗദ്വേഷങ്ങള്, നമ്മുടെ ബാക്കിയുള്ള നെഗറ്റീവായിട്ടുള്ള സകല ഇംപ്രഷന്റെയും പവർ കുറഞ്ഞു വന്നാൽ പിന്നെ ഈ ഉപ്പൊക്കെ പോയാൽ പിന്നെ എന്തേ ഉള്ളൂ? പ്യുവർ എനർജി മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ പൂർണ്ണതയിൽ എത്തി.
പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേ. ഈ പൂർണ്ണത കൈവരിക്കാൻ എല്ലാവർക്കും പറ്റുമോ? കമോൺ, പറ്റുമോ? ഇതിനാരാ തടസ്സം സൃഷ്ടിക്കുന്നത്? ദൈവമാണോ നമ്മളാണോ? ഇതിന് വേറെ വല്ലവരും ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടോ? കമോൺ, എന്തൊരു റിലീജിയനാണ് നോക്കൂ നിങ്ങൾ. നമുക്ക് അത്ര കോൺഫിഡൻസ് തരികയാണ്. നിങ്ങൾക്ക് വേണ്ടി ആരും പ്രയർ കൊല്ലണ്ട, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് ആരും ശുപാർശ ചെയ്യണ്ട. കാരണം ദൈവം എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് എവിടെയോ കിടക്കുന്ന ആളല്ല. ദൈവം എന്ന് പറയുന്നത് ഒരു ഇമാജിനേഷൻ അല്ല. ദൈവം എന്ന് പറയുന്നത് ഒരു അയലല്ല. ദൈവം എന്ന് പറയുന്നത് എവിടെ സ്വർഗത്തിലിരിക്കുന്ന ദൈവം എന്ന് പറയുന്ന ഒരു പ്യുവർ എനർജിക്ക് കൊടുത്ത ഒരു പേരാണ്. സയൻസ് എനർജി എന്ന് പറഞ്ഞു, നമ്മളത് ബ്രഹ്മം എന്ന് പറഞ്ഞു. അത്രയും വ്യത്യാസം. എല്ലാം വന്നിരിക്കുന്നത് ഒരു എനർജിയിൽ നിന്നല്ല, ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ആ ഒരു കോൺഷ്യസ്നെസ് മാത്രമാണ്. ആ ലെവലിൽ എത്തിയപ്പോഴാണ് ആനന്ദൻ എന്ന് പറയുന്ന ശിഷ്യൻ ബുദ്ധനോട് ചോദിച്ചത്, വാട്ട് എക്സിസ്റ്റ് ദേർ? അദ്ദേഹം പറഞ്ഞു, നത്തിങ്. അവിടെ ഒന്നും ഇല്ല. അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല എന്നല്ല അർത്ഥം. അവിടെ എന്തേ ഉള്ളൂ? ഒന്നുമില്ല എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു എനർജി, പ്യുവർ എനർജി വേണം. ആ പ്യുവർ എനർജി മാത്രമേ ഉള്ളൂ. ആ ലെവലിലേക്ക് ബുദ്ധൻ ഉണർന്നത് കൊണ്ടാണ് ബുദ്ധ പൂർണിമ. നമ്മൾ ബുദ്ധൻ പൂർണ്ണതയിലെത്തിയ അതാണ് പൂർണിമ. അതല്ലാതെ ഈ ചന്ദ്രന്റെ പൂർണിമയായിട്ടല്ല. അത് നമ്മളിപ്പോൾ ഇത് ചന്ദ്രന്റെ പൂർണിമയായിട്ട് ആഘോഷിക്കും. കാരണം നമുക്കറിയുന്ന ചന്ദ്രന്റെ പൂർണിമയല്ലോ. പക്ഷെ ബുദ്ധൻ എത്തിയ പൂർണിമ എന്ന് പറയുന്നത്, ബുദ്ധന്റെ ആ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്, ബുദ്ധന്റെ ആ ബോധോദയം എന്ന് പറയുന്നത്, ബുദ്ധന്റെ മനസ്സിന്റെ പ്യൂരിറ്റി അത്രയും എത്തിയപ്പോൾ പിന്നെ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ഒരു പ്യുവർ കോൺഷ്യസ്നസ് മാത്രമേ. അത് അച്ചീവ് ചെയ്തു. അതുകൊണ്ട് അർജുന സമാസേനൈവ, സമാസം എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ, വേഗത്തിൽ അത് കൈവരിക്കാൻ സമാസേന നിഷ്ഠ, പരാജ്ഞാനസ്യ നിഷ്ഠ. നിനക്ക് ആ ജ്ഞാനത്തിലേക്ക് എത്താൻ, ആ ലെവലിലേക്ക് എത്താൻ, പരമമായ ജ്ഞാനത്തിലേക്ക് എത്താൻ നീ നിബോധമേ ഇതാപ്നോ, എങ്ങനെ കൈവരിക്കാം എന്ന് നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ഇനി കൃഷ്ണൻ പറഞ്ഞുതരാണ് എങ്ങനെയാണ് ആ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്യേണ്ടതെന്ന് ഇവിടെ നമ്മോട് പറഞ്ഞുതരാണ്. ബുദ്ധ്യാ വിശുദ്ധയാ യുക്ത ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാൻ ത്യക്ത്വാ രാഗദ്വേഷോ വ്യുതസ്യ ച വിവിക്തസേവീ ലഗ്വാശീ യദവാക്കായ മാനസ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിത അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഇനി കൃഷ്ണൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യം എന്താ വേണ്ടത്? വിശുദ്ധയാ ബുദ്ധിയ. നമുക്ക് വിശുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ധൃതി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ, ബുദ്ധി എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി. വിശുദ്ധയായി വളരെ ക്ലാരിറ്റി. എന്താണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഇൻഫിനിറ്റ് എനർജി എന്ന് വന്ന് അവിടെ ഇൻഫിനിറ്റ് റിസോഴ്സ് എനിക്കുണ്ട്. ആ ഇൻഫിനിറ്റ് എനർജിയിലേക്ക് ഞാൻ കണക്ട് ചെയ്താലേ ആ റിസോഴ്സിലേക്ക് എനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന പുക ഞാനൊന്ന് മാറ്റണം. അത് തമോ ഗുണവും രജോ ഗുണം. ആ ഒരു ക്ലാരിറ്റി ബുദ്ധിയിൽ വേണം. ഇനി എന്ത് വേണം? ധൃതി യുക്ത. ബുദ്ധ്യാ വിശുദ്ധയാ യുക്ത ധൃതി ആത്മാനം നിയമ്യ. ഇനി ഡിറ്റർമിനേഷൻ വേണം. നമുക്ക് ഏത് കാര്യവും ബുദ്ധിയിൽ ക്ലാരിറ്റി ഉണ്ടായാൽ മാത്രം പോരാ, അത് അച്ചീവ് ചെയ്യാൻ ഒരു ഡിറ്റർമിനേഷൻ. ആ കാര്യം അച്ചീവ് ഞാൻ ചെയ്തിരിക്കും. ആ ഒരു ഡിറ്റർമിനേഷൻ, അതാണ് ധൃതി. അങ്ങനെ ആദ്യം തന്നെ ശബ്ദാദീൻ വിഷയാൻ തെക്തുക. ആദ്യം തന്നെ എന്ത് വേണം? ഈ ബാഹ്യമായ ശബ്ദങ്ങളെയൊക്കെ വിട്ടിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യലോകത്തിലേക്കുള്ള നമ്മുടെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ എക്സ്ട്രോവേർട്ടഡ് ആയി. അപ്പൊ എക്സ്റ്റേണൽ വേൾഡിനെ വിട്ട് നമ്മളിലേക്ക് വരിക. ഫസ്റ്റ് യു തിങ്ക് അബൌട്ട്
യുവർ സെൽഫ്, ഫോർഗെറ്റ് അബൌട്ട് ദ വേൾഡ്. ആദ്യം നിങ്ങൾ വേൾഡിനെ വിടും. ആദ്യം നിങ്ങളിലേക്ക് ശ്രദ്ധിക്കും. എന്നിട്ടോ രാഗദ്വേഷോ വ്യുതസ്യച. ഇതിനെ വിടണം? രാഗദ്വേഷങ്ങൾ. അപ്പൊ രാഗദ്വേഷം എന്ന് പറഞ്ഞാൽ രാവിലെ കിടന്നുറങ്ങാനുള്ള ലെത്താർജി രാഗമാണ്. എണീക്കുക എന്നതൊരു ദ്വേഷമാണ്. ഓരോന്നിനോടുമുള്ള ഒട്ടലിനെ ക്രമേണ കുറയ്ക്കണം. അപ്പൊ നമ്മളിൽ തന്നെ ഒരു യുദ്ധം ചെയ്യണം. നമ്മുടെ ഇഷ്ടങ്ങളോട് ഇഷ്ടമില്ലായ്മയെ നമ്മൾ ഇഷ്ടമാക്കണോ? ഇഷ്ടമില്ലായ്മ, രാവിലെ എനിക്ക് ഇഷ്ടമില്ല, അങ്ങനെ എനിക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം ഞാൻ ഇഷ്ടമാക്കി മാറ്റുകയാണ്. അപ്പൊ അങ്ങനെ ഇഷ്ടമാക്കി നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദ്വേഷമൊക്കെ കുറയും. രാഗം, ഓവറായിട്ട് പലതിനോടും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത് കുറയും. കാരണം ലതാർജിയോടൊക്കെ ഉള്ള നമ്മുടെ ഒരു അറ്റാച്ച്മെന്റ് കുറയും. അതിന് എങ്ങനെയൊക്കെയാണ് അത് കൈവരിക്കുന്നത്? വിവിക്ത സേവി. അടുത്തത് വിവിക്ത സേവി. വിവിക്ത സേവി എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് വിവിക്ത സ്ഥലം, അതായത് ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ലാത്ത ഒരു സ്ഥലം. അവിടെ ഒരു യോഗ മാറ്റ് എടുത്ത് എന്ത് ചെയ്യണം? അവനവന്റെ സാധനങ്ങളൊക്കെ രാവിലെ എണീറ്റ് ചെയ്യുക. അപ്പൊ മറ്റുള്ളവർ എണീറ്റില്ലെന്നും നമ്മുടെ പ്രശ്നമല്ല. നമ്മുടെ കാര്യങ്ങൾ. അപ്പോഴാണെങ്കിൽ നല്ല സൗകര്യമാണ്. ഈ ബാംഗ്ലൂരിനെ പോലുള്ള ഒരു ക്ലൈമറ്റ് എവിടെയാണ് കിട്ടുക? നിൽക്കുക നല്ല സുഖം. ഒരു 4 മണിക്കൊക്കെ എണീറ്റാൽ യോഗ ചെയ്യാനൊക്കെ ഇതിലും ബെസ്റ്റ് ഒരു സ്ഥലം വേറെ ഇല്ല. കാരണം നമുക്ക് ഇതൊരു ഹ്യൂമിഡിറ്റി കുറവല്ലേ ഇവിടെ, അങ്ങനെയൊന്നും വേർക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ രാവിലെ എണീറ്റ് ഈ ദിവസത്തെ വേണ്ട വിധത്തിൽ എൻജോയ് ചെയ്യണം. രാവിലെ തന്നെ കിടന്നുറങ്ങി ജീവിതം കളയും. എന്തായാലും മരിച്ചാൽ കിടന്നുറങ്ങാൻ പോവാണ്. പെർമനന്റ് ഉറക്കാണത്. അതിനിപ്പോഴേ കിടന്നുറങ്ങി ശീലിക്കണം. ഇപ്പോഴിതൊക്കെ കണ്ട് എൻജോയ് ചെയ്യുക അല്ലെ? എൻ്റെ ഒരു പോളിസി അതാണ്. എന്തായാലും എന്ന് വെച്ചിട്ട് രാത്രി മുഴുവൻ ഉറക്കൊഴിയണമെന്നല്ല. ഇന്നിപ്പോ രാത്രി 12 മണി വരെ ഉറക്കൊഴിഞ്ഞ് രാവിലെ എണീക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് രാവിലെ എണീറ്റ് ലഘു ആശി അശനം ലഘു, രാത്രി കിടക്കാൻ നേരത്തൊക്കെ ഭക്ഷണം കുറയ്ക്കുക. എന്നാലേ രാവിലെ നേരത്തെ എണീക്കാൻ പറ്റും. മൂക്കറ്റം കഴിച്ചിട്ട് ഇനി വല്ലതും ഒരു വടയും കൂടി പോകുക എന്നുള്ള രീതിയിൽ പോകരുത്. കണ്ടമാനം രാത്രി ഫുഡ് വളരെ കൺട്രോൾ ചെയ്യുക. ഉച്ചയ്ക്കൊക്കെ നല്ലോണം തട്ടിക്കോളൂ, പക്ഷെ രാത്രി വളരെ കുറച്ച്. കാരണം രാത്രി കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജഷനെ ബാധിക്കുമ്പോൾ ലെത്താർജിക്കായി മാറും. എത്ര വേഗം ഡൈജഷൻ ചെയ്യണോ അപ്പൊ പിന്നെ നമ്മുടെ ഉള്ളിലുള്ള അഗ്നിയുടെ ഉദ്ദീപനത്തിന്റെ ശക്തി കുറയുമ്പോൾ വയറ് ആക്റ്റീവ് അല്ല. ഒരു ആക്റ്റീവ് വയറ് നമ്മുടെ മൈൻഡിനെ പെട്ടെന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ സാധിക്കും. വയറ് വളരെ സെറ്റിൽ ഡൗൺ ചെയ്താൽ മൈൻഡും സെറ്റിൽ ഡൗൺ ആയി. അതുകൊണ്ടാണ് ഓവറായിട്ട് കഴിക്കുന്നവർക്ക് രാത്രി ഉറക്കം ഒരിക്കലും ശരിയാവില്ല. കണ്ടമാനം ഡ്രീമിലേക്ക് പോകും. നിങ്ങൾ രാത്രി കുറച്ച് കഴിച്ച് ശീലിച്ചാൽ നേരത്തെ കുറച്ച് കഴിച്ച് അങ്ങനെ വയറിനെ നിങ്ങൾ എം ടി ആക്കി വെച്ചാൽ, പണ്ടാരോ പറഞ്ഞ പോലെ ഇഫ് യു ഈറ്റ് ഓൺലി ദ 1 part of 4 quarters 1 quarter ആണെങ്കിൽ യു ക്യാൻ ലീവ് മോർ. ഇഫ് യു ഫിൽ ദ അതർ 3 quarters ദ ഡോക്ടർ വിൽ ലീവ് മോർ. അപ്പൊ നിങ്ങൾ തീരുമാനിക്കണം, നിങ്ങളാണോ ജീവിക്കേണ്ടത് ഡോക്ടറാണോ ജീവിക്കേണ്ടത്? അവരെ ജീവിക്കാനാണെങ്കിൽ നിറച്ച് കഴിക്കണം. ആർക്ക്? കാരണം അവര് 1 crore 2 crore ഒക്കെ കൊടുത്ത് MDയും MBBS ഒക്കെ കഴിഞ്ഞ് വരികയാണ്. അപ്പൊ നിങ്ങളൊരു കോൺട്രിബ്യൂഷൻ ചെയ്തില്ലേ മോശം. അപ്പൊ അതുകൊണ്ട് ഈ ഹോൾ സ്റ്റൊമക് ഇൻ ദെയർ ലബോറട്ടറി. അപ്പൊ അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്യുക ഫുഡ്. പിന്നെന്താണ്? യഥവാക്കായ മനസ്സ. അതുപോലെ തന്നെ വാക്കുകളെയും മനസ്സിനെയും ക്രമേണ നമ്മൾ കൺട്രോൾ. ഇപ്പൊ വാക്കുകളെ കൺട്രോൾ ചെയ്യുക പറഞ്ഞാൽ ഒന്നിനും കൺട്രോൾ ചെയ്യണ്ട, നിങ്ങൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം വാക്കിനെ കൺട്രോൾ ചെയ്യാനാണ് പ്രണവം തുടങ്ങിയ മന്ത്രങ്ങൾ ഉറക്കച്ചൊല്ല് ഒരു 10-21 പ്രാവശ്യം. അപ്പൊ നമ്മുടെ വാക്ക് എനർജി മന്ത്രങ്ങളായി മാറി. ഇതുപോലെ മൈൻഡിലും ചില മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് മൈൻഡിനെയും നമ്മൾ എല്ലാം സബ്ലിമേഷനാണ്. സപ്രഷൻ ഒന്നിനും ഒരു പരിഹാരമല്ല. അങ്ങനെ മൈൻഡിനെ കുറച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലി അങ്ങനെ ശീലിച്ച് ധ്യാനയോഗപരോ എന്ത് ചെയ്യണം? ദിവസവും കുറച്ചു നേരം ധ്യാനം. ഇപ്പൊ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു മന്ത്രത്തിൽ കുറേ നേരം നമ്മുടെ മൈൻഡിനെ ഇൻവോൾവ് ചെയ്യിച്ച് അതിൽ മനസ്സിനെ ഡൈല്യൂട്ട് ആക്കുന്ന, അതിലേക്ക് മൈൻഡിനെ കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യിക്കുന്ന ടെക്നിക്കിന്റെ പേരാണ് ധ്യാനം. അല്ലാതെ എങ്ങനെ മസിൽ പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നത് എന്തല്ല, ധ്യാനമല്ല. കംപ്ലീറ്റ് റിലാക്സ് ചെയ്ത് മൈൻഡിനെ കംപ്ലീറ്റ് ഇൻവോൾവ് ചെയ്ത് ആ ചെയ്യുന്ന കാര്യത്തിൽ അലേർട്ടായിട്ട് കോൺഷ്യസ് ആയിട്ട്
വളരെ നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ വേറൊരു ലോകത്തിൽ എന്ന പോലെ കംപ്ലീറ്റ്ലി ഈ വേൾഡിനെ വിട്ട് എന്നാൽ എൻജോയ് ചെയ്തുകൊണ്ട് അങ്ങനെ കുറച്ചു നേരം ഇരിക്കാനുള്ള ഒരു പരിശീലനത്തിന്റെ പേരാണ് കമോൺ ധ്യാനം. അപ്പൊ പുറത്തുള്ള ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, പുറത്തൊരു മന്ത്രമൊക്കെ വെച്ച് അതൊക്കെ ഇനീഷ്യലി വെച്ചോളൂ. പുറത്ത് ഏതെങ്കിലുമൊക്കെ ഒരു മന്ത്രം വെച്ചിട്ട് അതൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് വേറെ ശബ്ദം വരുമ്പോൾ അതിലേക്കും പോകും. മനസ്സിലാവുണ്ടല്ലോ? കാരണം ഇപ്പൊ ഇവിടെ കേൾക്കുന്ന ശബ്ദം പോലെയാണ്. കാരണം അവിടെ ഏതെങ്കിലും ഒരു ശബ്ദം അപ്പുറത്ത് കാ കാ സമയമായി, ധ്യാനം പോയി. അപ്പൊ കഴിയുന്നതും നമ്മുടെ എക്സ്റ്റേണൽ സപ്പോർട്ടുകൾ കുറച്ച് എവിടുത്തെ സപ്പോർട്ട് എടുക്കണം? ഇന്റേണൽ. പക്ഷെ ഇനീഷ്യലി നമുക്ക് ഇന്റേണൽ സപ്പോർട്ടിലേക്ക് പോകാൻ അത്ര എളുപ്പമല്ല. മറ്റതൊന്നും തെറ്റല്ല, നമ്മൾ ഇന്റേണൽ പോവാൻ വേണ്ടി കമോൺ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടിനെ എടുക്കുന്നു. അപ്പൊ നിങ്ങൾ രാവിലെ തന്നെ ഇതെല്ലാം വെച്ചിട്ട് രാവിലെ ജോഗിങ്ങിനോ മോർണിംഗ് വാക്കിനോ പോകുമ്പോൾ അതിലങ്ങനെ ഇൻവോൾവ് ചെയ്യുമ്പോഴും റോട്ടിലാണ് നടക്കണമെന്നുള്ളൊരു ബോധം കൂടി വേണം. കാരണം വല്ലവരും സ്കൂട്ടറും കൊണ്ടാൽ ഈ പട്ടി വരുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ധ്യാനത്തിനെ കുറ്റം പറയരുത്. അതുകൊണ്ട് പുറത്ത് നടക്കുമ്പോൾ ഇത് കേൾക്കുമ്പോഴും ചുറ്റുപാടൊരു കണ്ണു വെക്കുന്നത് നിങ്ങളുടെ ഹെൽത്തിന് നല്ലതാണ്. അല്ലെങ്കിൽ പട്ടി വന്ന് പട്ടിക്ക് അറിയില്ലേ നിങ്ങൾ ധ്യാനത്തിലാണ് ഓടുന്നത്? പട്ടിക്ക് അറിയോ? നിങ്ങൾ ഗീതാ പ്രഭാഷണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭജനയൊക്കെ കേട്ടിട്ടോ പാട്ട് കേട്ടിട്ടോ വാതാപി ഗണപതിയും കേട്ടിട്ട് നിങ്ങൾ രാവിലെ ഓടുന്ന പട്ടിക്ക് അറിയോ വാതാപി ഗണപതിയാണെന്നുള്ളത്? പട്ടിക്ക് അറിയുന്നത് രാവിലെ തന്നെ ഒരു മനുഷ്യൻ എൻ്റെ നേരെ ഓടി വരുന്നുണ്ട്, പട്ടി നിങ്ങളുടെ നേരെ, പട്ടി വിചാരിക്കുന്നത് എന്താണ്? നിങ്ങൾ അതിനെ കടിക്കാൻ വരിക എന്നാണ്. അപ്പൊ അതൊരു പ്രിപ്പറേഷൻ എടുത്തിട്ട് നിങ്ങൾ അതിനെ കടിക്കുന്നതിന് മുമ്പ് പട്ടി നിങ്ങളെ കടിക്കുന്ന സത്യത്തിൽ പട്ടിക്ക് പേടി വരുന്നോണ്ടാണ്. ആണോ? ഇണ്ടാത്തത് നിങ്ങൾ പട്ടിക്ക് നിങ്ങളെ പേടിയാണ്. അപ്പൊ നിങ്ങൾ ധ്യാനത്തിലാണെന്ന് പട്ടിയോട് പറയാൻ പറ്റുമോ? കമോൺ. അപ്പൊ അതുകൊണ്ട് പുറത്തൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ അലേർട്ടായിരിക്കണം. റൂമിന്റെ ഉള്ളിലാണെങ്കിൽ ഈ രീതിയിൽ ക്രമേണ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമപാശ്രിതം. വൈരാഗ്യം, ആരോടും വൈരാഗ്യം വേണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ പലതിനോടുമുള്ള ഒരു ഓവറായിട്ടുള്ള ഇൻക്ലിനേഷൻ. നമ്മൾ ഇത് കിട്ടിയാലേ എനിക്ക് സുഖമുള്ളൂ എന്നുള്ളൊരു തോന്നൽ വേണ്ട. എവിടെയായാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ആ ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മൾ വരണം. പിന്നെ അഹങ്കാരം, ബലം, ദർപ്പം, കാമം, ക്രോധം, പരിഗ്രഹം, ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മുടെ കൂട്ടുകാരാണ് ആര്? ഈ പറഞ്ഞ ടീമുകളൊക്കെ അയൽവാസികളല്ല, ഉള്ളിലുള്ള വാസികൾ, അന്തർവാസികളാണ്. ഏതൊക്കെ? അഹങ്കാരം, ബലം പിടിക്കലും, കാമം, ക്രോധം, ഇതെല്ലാം പരിഗ്രഹം, കൊടുക്കാൻ മനസ്സില്ലായ്മയൊക്കെ വിമുച്യ, അതൊക്കെ പൊയ്ക്കോളും ഉള്ളിൽ നിന്ന്. നിർമ്മമോ ശാന്തോ, നമ്മുടെ പ്രാക്ടീസ് കൊണ്ട് ഈ ടീമൊക്കെ ഉള്ളത് പോയി കിട്ടും. ആരൊക്കെയാ ഉള്ളെന്ന് പോവാ? ഇപ്പൊ നിങ്ങളുടെ വീട്ടില് ബന്ധുക്കൾ കുറച്ചധികം ദിവസം നിന്നാൽ നിങ്ങൾ അടുപ്പിച്ച് 3 ദിവസം റവ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾ 4ാമത്തെ ദിവസം അവർ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഒരു 3 ദിവസം റവ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ മതി. 4ാമത്തെ ദിവസം അവർ പറയും വീട്ടിലോരോ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ ഒന്നും ശരിയാവില്ല, ഞങ്ങൾക്ക് പിന്നെ ഒരിക്കൽ വരാം എന്ന് പറഞ്ഞാൽ അവർ പോകും. എന്ന് പറഞ്ഞ പോലെ ഈ സാധനങ്ങളൊക്കെ ചെയ്താൽ, ധ്യാനം തുടങ്ങിയൊക്കെ ചെയ്താൽ ഈ ടീമുകളൊക്കെ പോകും. ആരൊക്കെ? കാമം, ക്രോധം, ബലം, ദർപ്പം, ഇതൊക്കെ പോയി ബ്രഹ്മഭൂയായ കൽപ്പതേ. ബ്രഹ്മഭൂതം, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പരമമായ എനർജിയിലേക്ക് നമ്മൾ ഭൂയതി, ഭവിക്കുക, നമ്മൾ അതിലേക്ക് പതുക്കെ ഇവോൾവ് ചെയ്യും. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, നമുക്കിനി എവല്യൂഷൻ, ഹയർ എവല്യൂഷൻ മൈൻഡ് ലെവലിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ എവല്യൂഷനെ ഡിസ്റ്റർബ് ചെയ്യുന്ന സാധനങ്ങളെ എലിമിനേറ്റ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യത. അപ്പൊ അതിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വേറൊരു എനർജിയിലേക്ക് അതിനെ ചാർജ് ചെയ്താൽ, ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് അതിനെ സബ്ലിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നെഗറ്റീവ് എനർജി അതിൽ നിന്നും പോവും. നമ്മൾ ഹയർ എനർജിയിലേക്ക് എത്തുകയും ചെയ്യും. ഈ ഒരു ബൈപ്പാസ്, ഇവിടെ ട്രാഫിക് ഒക്കെ ഇരുന്നോട്ടെ, ഈ കാമക്രോധ ലോകമോഹങ്ങളുടെ ട്രാഫിക് മുഴുവൻ ഇരുന്നോട്ടെ, അപ്പുറത്തൊരു എന്താണ്, നമ്മൾ സൈഡ് റോഡ് എടുത്തിട്ട്, സർവീസ് റോഡ് എടുത്തിട്ട് നേരെ ട്രാഫിക് ഇല്ലാത്ത റിംഗ് റോഡ് എടുത്ത് നേരെ രക്ഷപ്പെടുക. മനസ്സിലാവുന്നില്ല? ബാംഗ്ലൂരിലുള്ളവരോട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഉള്ളിൽ ഇന്നർ റിംഗ് റോഡും ഔട്ടർ റിംഗ് റോഡും ഒക്കെ എന്ന് പറഞ്ഞ പോലെ രക്ഷപ്പെടാൻ മാർഗം ഉണ്ട്.
എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, അർജുന, അങ്ങനെ രക്ഷപ്പെടാൻ നീ വിചാരിച്ചാൽ പോലും there may be some instinct, നമ്മുടെ വീണ്ടും വീണ്ടും ഡിസ്റ്റർബ് ചെയ്യുന്ന ചില ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും. ചില മുന്നോട്ട് പോകാൻ ചില ഓവറായിട്ടുള്ള പ്രശ്നങ്ങൾ വീണ്ടും നമുക്കുണ്ടാകുവാണെങ്കിൽ അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? വീണ്ടും കൃഷ്ണൻ ഒരു പടി കൂടെ താഴോട്ട് വരിക, കൃഷ്ണനെ തൊഴുതു പോകും. നാളെ ആ ഒരു സ്റ്റെപ്പ് കൂടെ കണ്ട് മറ്റന്നാൾ നമ്മൾ ബ്രഹ്മഭൂയായ കൽപ്പത്തെ